വയനാടിനെ ചേർത്ത് പിടിക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നാടൊട്ടുക്ക് ഒരുമിക്കുമ്പോൾ ചില ഭാഗങ്ങളിൽ നിന്നെങ്കിലും ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകരുത് എന്ന് പറയുന്നവർക്ക് ഒരു ചുട്ട മറുപടി നൽകിയിരിക്കുകയാണ് സുബൈദാമ്മ. കഴിഞ്ഞ പ്രളയകാലത്താണ് ഒടുവിൽ സുബൈദാമ്മയെ ഞാൻ കാണുന്നത്. പിന്നീട് വീണ്ടും സുബൈദാമ്മയെടുത്ത് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. കൊല്ലത്തെ സുബൈദാമ്മയുടെ ചായക്കടയിലാണുള്ളത്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്ര രൂപയാണ് ഉമ്മ നൽകി? 10 രൂപ, 10,000 രൂപ, 10,000 രൂപ, 10,000 രൂപ കൊണ്ട് കളത്തേറ്റി കൊടുത്തു. ഇത് എന്തിനു വേണ്ടി സ്വരൂപിച്ച് വെച്ചിരുന്ന പണമായിരുന്നു അതോ? അത് ഒരുമിച്ച് അല്ലേ, മോന് ഒരു വീട് എടുത്തായിരുന്നു. അപ്പോൾ അവന് ഒരു ഇച്ചിരി പൈസ കൊടുക്കണമെന്ന് പറഞ്ഞു. ഇച്ചിരി ആൾക്കാരെയൊക്കെ കയ്യിൽ നിന്ന് സ്വർണ്ണമൊക്കെ മേടിച്ച് പണയം വെച്ചായിരുന്നു. അപ്പോൾ അതിന് പലിശ കൊടുക്കണം. പണയം എടുത്തില്ല, ഇരിക്കുക. അപ്പം ഞങ്ങൾ രണ്ടുപേരുടെ കൂടെ പെൻഷനും പിന്നെ ഇവിടെ നിന്ന് ഇച്ചിരി ഒപ്പിച്ചതെല്ലാം കൂടെ ചേർത്താണ് ആ 10 രൂപ ഒപ്പിച്ച് വെച്ചത്. പെൻഷൻ എന്ന് പറയുമ്പം ക്ഷേമ പെൻഷനാണോ? എനിക്ക് ക്ഷേമനിധിയുടെ പെൻഷൻ, ബാപ്പാക്ക് അല്ലാതെ സാധാരണ ഉള്ള പെൻഷൻ. പണം നൽകരുതെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് വരുന്നുണ്ട്. ഇന്നലെയും വന്ന് രാവിലെ കുറേ പേര് ദേഷ്യം കയറി വരും. എനിക്കങ്ങ് ദേഷ്യം വരും. അപ്പോൾ പറഞ്ഞ ആരോടെ ഒന്നും മിണ്ടണ്ട, അവരങ്ങ് പറഞ്ഞിട്ട് പോട്ടെ. ഉമ്മ വീണ്ടും വീണ്ടും കാശ് വാരി കള്ളൻ്റെ കയ്യിലാണോ കൊടുക്കുന്നതെന്ന്. കള്ളനോ? അതാര് കള്ളൻ? ഉമ്മയുടെ പാർട്ടിക്കാരെ പറയുമ്പോൾ ഭയങ്കര വയനാട്ടിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ ഉമ്മ ടി വിയിലൂടെ കാണുന്നുണ്ടോ? ടി വിയിൽ കണ്ടപ്പോൾ അന്ന് ഭയങ്കര വിഷമമായിരുന്നു, സങ്കടവും വിഷമവും പ്രയാസവും. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ പണം കൊടുക്കണം എന്നൊരു അഭ്യർത്ഥന ഉമ്മയ്ക്കുണ്ടോ എല്ലാവരോടും? മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു എല്ലാവരോടും പറഞ്ഞ് നമ്മൾ അറിയുന്നവരോടെല്ലാം പറയും സഹായങ്ങൾ ചെയ്യണമെന്ന്. പിന്നെ എൻ്റെ മോനും മരുമോനും എൻ്റെ അനിയനും ഒക്കെ സാധനങ്ങൾ കൊണ്ടുപോയി. അവർ പൈസയല്ല കൊടുത്തത്, അവരെല്ലാം വണ്ടി വിളിച്ച് അവിടത്തേക്ക് സാധനങ്ങൾ കൊണ്ടാണ് പോയത്. എല്ലാവരും വന്ന് വിളിച്ചെന്നെ കൂടെ പോവാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല, നിങ്ങൾ പോയി കൊടുക്കാനുള്ള കൊടുക്കാൻ പറഞ്ഞു. ഞാൻ പിന്നീട് വേണ്ടതുപോലെ ചെയ്തോളാമെന്ന് പറഞ്ഞു. ആരടുത്തും പറഞ്ഞില്ല, അറിഞ്ഞില്ല. എല്ലാവരും ഇന്നലെ മൊബൈലിലൊക്കെ ചെന്ന് കണ്ടപ്പോഴാണ് എന്നെ വിളിക്കുന്നത്. അറിയുന്നു. ഞാൻ പറഞ്ഞു അതും എല്ലാവരുടെ അടുത്തും പറയാൻ ഇപ്പോൾ സഹായം ചെയ്യണ്ടായോ? ഞാൻ മുഖ്യമന്ത്രിയുടെ അടുത്ത് 1-2 ആവശ്യങ്ങൾ ഫോൺ ചെയ്ത് പറഞ്ഞായിരുന്നു. അതെനിക്ക് സാധിച്ചു തന്നു, റോഡിട്ട് തന്നു. ഈ റോഡൊക്കെ പൊട്ടി പൊളിഞ്ഞ് തെങ്ങും വാഴയും വെക്കുന്ന പരുവത്തിൽ കിടന്നതാണ്. അത് ഞാൻ വിളിച്ച് പറഞ്ഞു. അത് അവിടുന്ന് തന്നെ PW ഓഫീസിൽ അറിയിച്ച് അവിടുന്ന് ആൾ വന്ന് നോക്കി അത് വേണ്ടതെല്ലാം ചെയ്ത്. അപ്പോൾ കോർപ്പറേഷൻ്റെ റോഡായിരുന്നു. കോർപ്പറേഷനിലെല്ലാം പേപ്പർ കൊടുത്ത് അവർ വന്ന് റോഡ് ഇവിടുന്ന് അങ്ങ് അറ്റം വരെ പണിഞ്ഞു. മുഖ്യമന്ത്രിയുടെ അടുപ്പമുണ്ട്. പിന്നെ ഉണ്ട്, കൊള്ളാം, ഉണ്ട്. പിന്നെ എവിടെ വന്നാലും, കൊല്ലത്ത് എവിടെ വന്നാലും ഞാൻ പോയി കാണും, നേരിട്ട് പോയി കാണും. ഒരുപാട് പേര് എല്ലാം നഷ്ടപ്പെട്ട മക്കള് അതുപോലെ അമ്മമാരെല്ലാം ഉണ്ട്. അവരോട് ഉമ്മായിക്ക് ഇപ്പോൾ എന്തായാലും അവിടെ പോകാൻ കഴിയില്ല. അവരോട് എന്താണ് പറയാൻ? അവരോടെല്ലാം സമാധാനപ്പെടാൻ പറയണം. സമാധാനം, എല്ലാവരും സമാധാനപ്പെട്ടെങ്കിലല്ലേ പറ്റത്തുള്ളൂ. അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എല്ലാവരും സമാധാനമായിട്ട് ഇരിക്കാൻ പറയുക. എല്ലാവർക്കും വീടാവും, കിടപ്പാടാവും, എല്ലാവർക്കും ആവും. ഒരു കുഴപ്പവും ഉണ്ടാകത്തില്ലെന്ന് പറയുക. അതാ പറയാനുള്ളത്. എന്തായാലും ഒരു വലിയ രീതിയിലുള്ള ഒരു ക്യാമ്പയിൻ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകരുത് എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ കരുതലിൻ്റെ കാരുണ്യ സ്പർശമാവുകയാണ് സുബൈദ ഉമ്മ എന്ന ഈ ഉമ്മ. ക്യാമറമാൻ വിജീഷിനൊപ്പം ഷമീർ, ന്യൂസ് മലയാളം, കൊല്ലം.